So move on to third question. Which of the following is the assessment finding of a child with a scarlet fever? Option A, white strawberry trunk. Option B, red strawberry trunk. Option C, partial lines. And option D, all of the above. അപ്പൊ ഇതിനകത്ത് സ്കാർലറ്റ് ഫീവർ എന്താ നിങ്ങൾക്ക് അറിയാം. എന്താണ് സ്കാർലറ്റ് ഫീവർ? നമുക്ക് ഡെർമറ്റോളജി, സ്കിൻ കണ്ടീഷൻസ്, പീഡിയാട്രിക്സിൽ വളരെ കുറച്ച് കണ്ടീഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്കാർലറ്റ് ഫീവർ പഠിക്കാനുണ്ട്, എക്സിമ, അതുപോലെ തന്നെ പിന്നെന്താണ് ഓക്കെ സ്കേബീസ്, അങ്ങനെ വളരെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതില് സ്കാർലറ്റ് ഫീവറിന്റെ കോസിറ്റീവ് ഓർഗാനിസം നിങ്ങൾക്കറിയാം, ഗ്രൂപ്പ് എ ഹീമോലിറ്റിക് സ്ട്രെപ്റ്റോകോക്കയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്കാർലറ്റ് ഫീവറിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്ത്? റുമാറ്റിക് ഫീവർ. ഇപ്പം സ്ട്രെപ്റ്റോകോക്കെ എന്ത് വരുന്നത്? എപ്പോഴും റുമാറ്റിക് ഫീവർ ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടുവരാറുണ്ട്. ഓക്കെ, അത് ഓർത്തു വെക്കുക. ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസിൽ വൈറ്റ് സ്ട്രോബെറി ടങ്, റെഡ് സ്ട്രോബെറി ടങ്, പാസ്റ്റിയ ലൈൻസ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ്, ഏതായിരിക്കും ആൻസർ? അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അതായത് ഈ പറയുന്ന എല്ലാ സിംറ്റംസും എവിടെയുണ്ട്? സ്കാർലറ്റ് ഫീവറിൽ കാണുന്നുണ്ട്. സോ സ്ട്രോബെറി ടങ് കണ്ടല്ലോ, വൈറ്റ് മീൻസ് ആദ്യം നമുക്ക് റെഡ് കളറിൽ വന്നിട്ട് പിന്നെ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് മാറും പിന്നീട്. ഓക്കെ, പിന്നെ വരുന്നത് പാസ്റ്റിയ ലൈൻസ് എന്ന് പറഞ്ഞാല് ശരിക്കും ഈ ഒരു റാഷ് ഇങ്ങനെ കൂടി ചെറിയ സ്കിൻ ഫോൾഡിൽ കുറച്ച് കൂടുതലായിട്ട് ലൈൻസ് ആയിട്ട് നമുക്ക് എന്താണ് ആസെൻട്വേഷൻ. ഓക്കെ, നമുക്കതിങ്ങനെ കൂടിക്കൂടി നിൽക്കും. അതിനെയാണ് എന്ത് പറയുക? പാസ്റ്റിയ ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ സാൻഡ് പേപ്പർ ലൈക്ക് റാഷ് ആണ്. ഇപ്പൊ നമുക്ക് മീസിൽസ് ആണോ എന്ന് നമുക്കൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് സ്കാർലറ്റ് ഫീവർ എന്ന് ചോദിച്ചാൽ ഒന്ന് മീസിൽസ് ആണ്. കാരണം ഈ റാഷ് കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീല് വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെഡ് സ്ട്രോബെറി ടങ്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഏതാണ്? കാവസാക്കി ഡിസീസ്. അതും ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് സ്കാർലറ്റ് ഫീവറിന്റെ. ഓക്കെ, എനിവേ, സോ ഇതിന്റെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫിലാറ്റോ മാസ്ക് ആണ്. അതായത് നമുക്ക് ഈ മുഖത്ത് ഇങ്ങനെ ഈ രണ്ട് വശത്തായിട്ട് ഒരു പാലർ ഉണ്ടാകും, സർക്കുമോറൽ പാലർ ഉണ്ടാകും. പിന്നെ പാസ്റ്റിയ ലൈൻസ് ഞാൻ പറഞ്ഞു, അസെന്റുവേഷൻ ഓഫ് ദ റാഷ് ഇൻ സ്കിൻ ഫോൾഡ്, ഇങ്ങനെ തിക്കായിട്ട് ലൈൻ പോലെ സ്കിൻ ഫോൾഡിൽ കൂടുതലായിട്ട്. പിന്നെ റാഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാൻഡ് പേപ്പർ ലൈക്ക് റാഷ് ആണ്. പിന്നെ ഈ ഒരു തീമ എന്ന് പറയുന്ന ഒരു 7 to 9 days ലാസ്റ്റ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കോമേഷൻ ആണ്. അതിനകത്ത് അത് ഏകദേശം 7 to 14 days കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അതങ്ങ് സ്കിൻ മീൻസ് മീസിൽസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ആ റാഷ് പൊഴിയുന്നൊരു ചേഞ്ച് സ്കിന്നിൽ വരും. അതുമാതിരി ഇവിടെയും അത് സംഭവിക്കുന്നു. ഓക്കെ, ക്ലിയർ? പിന്നെ മാനേജ്മെന്റ് എന്താണ്? ഇതൊരു ബാക്ടീരിയൽ ഇൽനെസ് ആണ്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്, പെൻസിലിൻ ഗ്രൂപ്പ് ആന്റിബയോട്ടിക്സ് ആണ് ഇതിന്റെ മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following is the most frequent site of internal bleeding associated with hemophilia. ഓക്കെ, ഹിമോഫീലിയയുടെ വേറൊരു പേരെന്താണ്? റോയൽ ഡിസീസ് എന്ന് പറയും. 3 ടൈപ്പ് ഉണ്ട് ഹിമോഫീലിയ, A, B and C, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതില് ഒരു ബ്ലീഡിങ് ഡിസോർഡർ ആണ് ഏറ്റവും കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് ഫ്രീക്വന്റ് സൈറ്റ് ഓഫ് ഇന്റേണൽ ബ്ലീഡിങ് അസോസിയേറ്റഡ് വിത്ത് ഹിമോഫീലിയ ഏത് ഭാഗമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ബ്രെയിൻ ടിഷ്യൂ, ഓപ്ഷൻ ബി GI ട്രാക്ട്, ഓപ്ഷൻ സി ജോയിന്റ് ക്യാവിറ്റി ആൻഡ് ഓപ്ഷൻ ഡി സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം ബ്ലീഡ് ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അപ്പോ ഹീമോഫീലിയക്കകത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹീമോഫീലിയ. ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി കാരണം ബ്ലഡ് വിസ്കോസിറ്റി കൂടുന്നു, അതായത് പോളിസൈത്തീമിയ ഉണ്ടാകുന്നു. ബ്ലഡ് ഫ്ലോ ഇങ്ങനെ കുറഞ്ഞു ബ്ലഡ് കട്ടിയായിട്ട് ഫ്ലോ ഇങ്ങനെ കുറയുന്നു. ഓക്കെ, അപ്പൊ ബ്ലീഡിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്താണ്? ഇവിടെ ക്ലോട്ടിംഗ് ഫാക്ടർ ഡെഫിഷ്യൻസി ആണ്. സോ അത് കാരണം ബ്ലീഡിങ് ഉണ്ടാകുന്നു. ബ്ലീഡിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയാണ്? ജോയിന്റ് ക്യാവിറ്റിയിലാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ
ഹീമോഫീലിയ എ എന്ന് പറയുമ്പോൾ ഡിഫക്റ്റീവ് ഡെഫിഷ്യൻ ഫാക്ടർ ഓഫ് ഫാക്ടർ 8. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ക്ലാസിക് ഡിസീസ്. ഹീമോഫീലിയ ബി എന്ന് പറയുമ്പോൾ ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9 ആണ്. അതിനെ ക്രിസ്മസ് ഡിസീസ് എന്ന് പറയുന്നു. ഹീമോഫീലിയ സി എന്ന് പറയുമ്പോൾ ഫാക്ടർ 11 ആണ്. 11 കേട്ടോ, ഫാക്ടർ 11 റോസെന്താൽ സിൻഡ്രോം. ക്ലിയർ ആയല്ലോ. സോ ഫാക്ടർ 11 ഞാൻ എടുത്ത് പറയാം, XI എന്ന് കിടക്കുന്നത് ഒരു ടൈപ്പിംഗ് എറർ ആണ്. 11 എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. റോസെന്താൽ സിൻഡ്രോം. ഓക്കെ, ഞാനത് സ്മോൾ ലെറ്റർ ആയി പോയതാണ് കേട്ടോ. ഓക്കെ, എനിവേ ഹീമോഫീലിയ എ ക്ലാസിക് ഡിസീസ്, അതായത് ഫാക്ടർ 8. ഹീമോഫീലിയ ബി ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9 ക്രിസ്മസ് ഡിസീസ്. ഹീമോഫീലിയ സി ഫാക്ടർ 11 റോസെന്താൽ സിൻഡ്രോം. അനദർ നെയിം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ബ്ലീഡിങ് വിത്ത് ഹിമോഫീലിയ എന്ന് പറയുന്നത് എവിടെയാണ്? ജോയിന്റ് ക്യാവിറ്റി. അതുകൊണ്ടാണ് കുട്ടികൾ ജോയിന്റ് പെയിൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജോയിന്റ് സൊളനാകുക. അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ്. ഓക്കെ, ദെൻ ഇത് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് എന്ത്? അമിനോ കാർപോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വുഡ് ബി റെക്കമെൻഡഡ് ഫോർ എ ഹീമോഫീലിക് ചൈൽഡ് വിത്ത് എപ്പിസ്റ്റാസിസ്, ഹെമറ്റൂറിയ, ഓറൽ ബ്ലീഡിംഗ് ആൻഡ് ഹീമോ ആർത്രോസിസ്. ഇതിൽ എവിടെയാണ് നമുക്ക് അമിനോ കാർപോറിക് ആസിഡ് എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ കൊടുക്കാറുണ്ട്? ഏത് ടൈപ്പ് ഓഫ് ബ്ലീഡിങ്ങിലാണ്? ബ്ലീഡിംഗ് ആണ് കോമൺ ആയിട്ട് എല്ലാം വരാറുണ്ട്. ഇതിൽ എവിടെ നമുക്ക് അമിനോ കാർപോറിക് ആസിഡ് കൊടുക്കും? വേറൊരു ഡ്രഗാണ് ഡെസ്മോപ്രസിൻ. നൊസൽ ബേഡ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ സാധാരണ ഡെസ്മോപ്രസിൻ കൊടുക്കാറുണ്ട്. ഇവിടെ എവിടെയാണ് അമിനോ കാർപോറിക് ആസിഡ് കൊടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അമിനോ കാർപോറിക് ആസിഡ് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഓറൽ ബ്ലീഡിങ്ങിനകത്താണ്. എന്താണെന്ന് വെച്ചാൽ ഈ അമിനോ കാർപോറിക് ആസിഡിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മീൻസ് നമ്മൾ ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ക്ലോട്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡ്രഗ് കൊടുക്കുന്നുണ്ട്. ഈ ക്ലോട്ടിനെ അവിടെ നിലനിർത്തുക, മീൻസ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് അമിനോ കാർപോറിക് ആസിഡ് നമ്മളിവിടെ കൊടുക്കാറുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ഡ്രഗാണ് ഡെസ്മോപ്രസിൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ക്യാൻ യൂസ് കാർട്ടിലേജ് ഡാമേജ് ഇൻ ചിൽഡ്രൻ? ക്ലോട്രിമസോൾ, പെൻസിലിൻ, സിപ്രോഫ്ലോക്സാസിൻ, മെട്രോണിഡാസോൾ. ഈ പറയുന്ന എല്ലാ ഡ്രഗും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. ഓക്കെ, ഇതിൽ ഒരു ഡ്രഗ് കുട്ടികളിൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കുട്ടികളിൽ കൊടുക്കാറില്ല, വളരെ റെയർ ആണ്. ഒത്തിരി മസ്കുലോസ്കെലിറ്റൽ ഡിഫക്ട്സ് ഉണ്ടാക്കാറുണ്ട്. ഇതൊരു എന്താണ് ഫ്ലൂറോക്വിനോൺ ഗ്രൂപ്പിലുള്ള ഡ്രഗാണ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സിപ്രോഫ്ലോക്സാസിൻ. അല്ലെ, സിപ്രോഫ്ലോക്സാസിനാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഈ ഒരു ഡ്രഗ് നമ്മൾ വളരെ റെയർ ആയിട്ട് മാത്രമേ കുട്ടികളിൽ അഡ്മിനിസ്റ്റർ ചെയ്യാറുള്ളൂ. കാരണം വളരെ കൂടുതൽ എന്താണ് മസ്കുലോസ്കെലിറ്റൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഇപ്പൊ നമുക്ക് കാർട്ടിലേജിനെ അഫക്ട് ചെയ്യാം, ടെൻഡനെ അഫക്ട് ചെയ്യാം, മസിൽസിനെ അഫക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ ടെൻഡോനൈറ്റിസ് അല്ലെങ്കിൽ ടെൻഡൻ റപ്ചർ അതിനൊക്കെ കാരണമാകാം. കുഞ്ഞിന് ആർത്രാൾജിയ, മയാൾജിയ ാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ ഡ്രഗ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ കുട്ടികളിൽ അധികം കൊടുക്കാറില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ then next question, which of the following stages of eczema indicate signs of infection? Okay, അപ്പോൾ ഓപ്ഷൻ സി മൈന്യൂട്ട് പാപ്യൂൾ ആൻഡ് ഹണി കളർ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഹണി കളേർഡ് ക്രസ്റ്റ് ഏത് ഒരു സ്റ്റേജ്, അതായത് കുഞ്ഞിന് എക്സിമയാണ്. എക്സിമ ഇൻഡിക്കേറ്റ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ. എക്സിമ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കിൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതൊരു ഇൻഫെക്ഷൻ അല്ല. എക്സിമ ഒരിക്കലും ഒരു ഇൻഫെക്ഷൻ അല്ല, അറിയാലോ. ഒരു ബാക്ടീരിയലോ വൈറലോ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല ഈ എക്സിമ എന്ന് പറയുന്നത്. അതിപ്പോ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ചിലപ്പം എന്താണ് ഇപ്പോ കുഞ്ഞിന് അലർജിക് റെസ്പോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പം വുളൺ ക്ലോത്ത്സിനോടായിരിക്കാം, അല്ലെങ്കിൽ ഡസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോളൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോസ്മെറ്റിക്സ് ആയിരിക്കാം, എന്തെങ്കിലും സോപ്പ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ടിപ്പിക്കൽ അല്ലെങ്കിൽ എട്ടിപ്പിക്കൽ എന്ന് പറയും എക്സിമ. അല്ലെങ്കിൽ ഇൻബോൺ
ബോഡിയിൽ തന്നെയുള്ള എന്തെങ്കിലും ഇൻട്രൻസിക് ഫാക്ടേഴ്സ് കാരണമാകാം എക്സിമ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ എക്സിമയില് അതൊരു ഞാൻ പറഞ്ഞു ഒരു ബാക്ടീരിയൽ കോസോ വൈറൽ കോസോ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, എക്സിമയിൽ പിന്നെ ഒരു ഇൻഫെക്ഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓൾറെഡി എക്സിമ വന്നു, അതിലോട്ടൊരു ബാക്ടീരിയ കയറി കാണും അല്ലെ, അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു. മനസ്സിലായല്ലോ? അപ്പോ എക്സിമ ഉള്ള ഒരു കുട്ടിയുടെ ആ ഒരു മുറിവുള്ള ഭാഗത്ത് ഒരു പുതിയൊരു കളർ ചേഞ്ച് അല്ലെങ്കിൽ പുതിയൊരു അപ്പിയറൻസ് കാണുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ഇൻഫെക്ഷൻ. അതായത് ഓപ്ഷൻ ഡി, ഹണി കളേർഡ് ക്രസ്റ്റ് അല്ലെ. എക്സിമ ഉള്ള കുട്ടികളിൽ ഹണി കളേർഡ് ക്രസ്റ്റ്, അതായത് ഇതുമാതിരി ഒരു ക്രസ്റ്റ് നിങ്ങൾ കാണുവാണെങ്കിൽ അതിനർത്ഥം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇൻഫെക്ഷൻ ഉണ്ടായി എന്നർത്ഥം. അതായത് ഇംപെറ്റൈഗോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇംപെറ്റൈഗോ ഈ സെയിം ഇത് തന്നെ പഠിക്കുന്നു. ബുള്ളസ് ആൻഡ് നോൺ ബുള്ളസ് ഇംപെറ്റൈഗോ എന്ന് പറയും. ഈ ബുള്ളസ് ആൻഡ് ഇംപെറ്റൈഗോ ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണ്? കുറച്ചു മുന്നേ സ്കാർലറ്റ് ഫീവർ പറഞ്ഞ അതേ ഓർഗാനിസം ആണ് സ്ട്രെപ്റ്റോകോക്കൈ. പിന്നെ സ്റ്റെഫൈലോകോക്കയും ഇംപെറ്റൈഗോ ഉണ്ടാക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക കേട്ടോ. അപ്പോ ഇംപെറ്റൈഗോ ഉണ്ടെങ്കിൽ, അതായത് ഇതുപോലെ സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ഇംപെറ്റൈഗോ, അതായത് ഈ ഒരു ഇൻഫെക്ഷൻ ഈ ഒരു ഓർഗാനിസം ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കെ അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കെ, സ്ട്രെപ്റ്റോ അല്ലെങ്കിൽ സ്റ്റെഫൈലോകോക്കെ ആ ഒരു ഇൻഫെക്ഷനിലോട്ട് ഓൾറെഡി ഉള്ള ആ ഒരു സ്കിൻ പ്രോബ്ലത്തിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഒരു അപ്പിയറൻസ് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഹണി കളേർഡ്, പ്രസൻസ് ഓഫ് ഹണി കളേർഡ് ക്രസ്റ്റ്. ഓക്കെ, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ആ വരുന്ന സ്കിൻ കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, ഇതിനിപ്പോൾ എന്ത് പറയും? ഇംപെറ്റൈഗോ. ഓക്കെ, ക്ലിയർ ആയല്ലോ?